പോയാല് നമ്മളെന്താവും നിനക്ക് സന്ദർഭോചിതമായി നമ്മൾ പറയുന്ന വിഷയങ്ങളാണ്. ഒരു വയതിന്റെ മജ്‌ലിസിലേക്ക് നമ്മൾ വന്നാൽ പുറത്തു നിന്ന് നോക്കും. എന്നിട്ടെല്ലാം നോക്കിയിട്ട് ഉസ്താദിന്റെ ദുആല്ലാം കഴിഞ്ഞിട്ട് സ്വാഗത ഭാഷണമെല്ലാം കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ മുഖദ്ദിമാത്തുകളെല്ലാം കഴിഞ്ഞിട്ട് വിഷയം തുടങ്ങുമ്പോഴാണ് നമ്മൾ വന്നിരിക്കുക. അല്ലേ? പൊരേന്ന് എപ്പോ വന്നിട്ടുണ്ടാവും? പൊരേന്ന് 7:30 മണിക്ക് തന്നെ പൊരേന്ന് വന്നിട്ട് ജുമാക്ക് എല്ലാം ഏകദേശം ബാല്യക്കാർ ജുമാക്ക് ലീവാക്കിയിട്ട് അന്ന് നാട്ടിൽ നിൽക്കും. എന്നിട്ട് അവന് 11 മണിക്ക് കുളിച്ച് ഫ്രഷായി പൊരേന്ന് വരും. എന്നിട്ട് അങ്ങാടിക്ക് അവര് നാട്ടിലുള്ള എല്ലാ ഷോപ്പിലും എല്ലാ ഹോട്ടലിലും എല്ലാ ക്ലിനിക്കിലും എല്ലാത്തിനും പോയി വിസിറ്റ് ആക്കിയിട്ട് കാനഷ്മാര് ചെയ്തിട്ടേ ഓൻ പള്ളിയിലേക്ക് എത്തും. എപ്പ വരുമ്പോക്ക് ഓനിക്ക് ജുമാന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടാത്ത രീതിയിൽ ഇമാമ ഖതീബ് ഖുതുബയിൽ കയറി അൽഹംദു കൊണ്ട് തുടങ്ങിയാൽ നിനക്ക് ആജറ് കിട്ടൂല എന്ന് ഒരുപാട് കൊല്ലമായി നമ്മുടെ ഖതീബന്മാർ വേദ പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളൊക്കെ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന ആളെ ഈ കഴിഞ്ഞ ഇന്നലെല്ലാം മിഞ്ഞാന്നുള്ള വെള്ളിയാഴ്ച ഒന്നാമത്തെ ഇമാമ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ചിട്ട് പള്ളിയിൽ ഇരുന്നിട്ട് ഒന്നാമത്തെ ദുആ കഴിയുന്നത് വരെ ഇരുന്നവർ എത്ര പേരുണ്ട്? ഒരുപാട് ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇല്ലേ? നമ്മൾ ഒരു ദിവസം പണിക്ക് പോയിട്ട് മുതലാളിയുടെ വീട്ടിൽ 30 ദിവസം പണിക്ക് പോയി. അങ്ങനെ മുതലാളി ഒന്നും നിരൂപണം നടത്തിയില്ല. അങ്ങനെ 31-ാം തീയതിയായി ശമ്പളം നോക്കുമ്പോൾ 20,000 ശമ്പളം നിശ്ചയിച്ചിട്ടാണ് പോയത്. ഉദാഹരണം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ 1-ാം തീയതി നോക്കുമ്പോൾ 8,000 രൂപ ശമ്പളം കൊടുത്തു. എന്തേ? നിന്റെ ഇന്ന് തിങ്കളാഴ്ച എന്റെ പണി ശരിയായിട്ടില്ല, അന്നത്തെ നീ എടുത്ത പണിയെല്ലാം ഫൈലാണ്, ചൊവ്വാഴ്ചന്റെ ഇങ്ങനത്തെ ഉണ്ട്, അതുപോലെ 3 മണിക്കൂറിന്റെ പണി എല്ലാം നിരൂപണം നടത്തിയിട്ട് ഓനോട് പറഞ്ഞു, വീഴ്ചകൾ ആകെ 8,000 ശമ്പളത്തിന്റെ പണിയേ ശരിയായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഓൻ എന്താ പറയാ? മുതലാളിക്ക് ചിലപ്പോ കയ്യെങ്കിലും ഓനെന്താവും, കൈയൊന്ന് സറ്റിന്റെ കൈ പിടിച്ചിട്ട് 4 അടിക്കും. നീ അപ്പൊ തന്നെ പറയണ്ടേ? ചോദിക്കൂലേ? ഇതുപോലെ നിങ്ങൾ എക്സാമ്പിൾ ചിന്തിച്ചോ. നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മൾ എത്തും. എന്നിട്ട് നമ്മളെ കയ്യിൽ ഒരു കിതാബ് തരൂലേ? നല്ല വിശ്വാസികളല്ലേ നമ്മൾ? കിതാബ് കൊണ്ട് വിശ്വസിക്കൽ ഈമാന്റെ ഭാഗമല്ലേ? ആ കിതാബിൽ നമ്മൾ എന്നിട്ട് ആ കിതാബ് നോക്കുമ്പോൾ അവർ പറയും, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ തന്നെ നമ്മൾ ഓതുന്ന സൂറത്തിലുണ്ട്. അങ്ങനെ കിതാബെല്ലാം തുറന്നു നോക്കുമ്പോൾ 2024 നവംബർ എത്രാം തീയതി? ഇന്നലെ ഈ വെള്ളിയാഴ്ച 11-ാം തീയതി അല്ലെ? 15-ാം തീയതി. ഇന്നലെ 15-ാം തീയതിന്റെ ജുമാ അതിൽ കാണുന്നില്ല. പടച്ചോനേണ്ടേ, ഞാൻ പോയില്ലല്ലോ. ഞാൻ പുത്തൂർ ജുമായത്ത് പള്ളിയിൽ ഉണ്ടായിരുന്നല്ലോ. മലക്ക് ഇങ്ങോട്ട് വാ. എവിടെ എന്റെ ജുമാന്റെ കൂലി? മലക്കിനോട് പിടിച്ചിട്ട് കോളർ പിടിച്ച് കൊടുക്കാൻ കഴിയോ?